സർവ്വലോക രക്ഷിതാവായ അള്ളാഹ്. അപ്പൊ എങ്ങനെയാണ് രക്ഷിതാവിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നതൊക്കെ തരലല്ല, നമ്മൾ പഠിച്ചു അല്ലേ? അല്ലേ? ഈ ലോകത്ത് എന്തെല്ലാം പരിപാലനങ്ങളുണ്ടോ അതെല്ലാം റബ്ബിൻ്റെതാണ്. അപ്പൊ ഞാൻ നിങ്ങളെ പരിപാലിക്കാൻ ശ്രമിക്കുന്ന എളിയൊരു ഹാദിമാണ്. നിങ്ങളിലേക്ക് ഖുർആൻ എത്തിച്ചു തരണം, അള്ളാനെ പഠിപ്പിച്ചു തരണം, ഇങ്ങനെ നിങ്ങളെ പരിപാലിക്കാൻ ശ്രമിക്കുന്ന ഒരു എളിയ ഹാദിമാണ്. നമ്മൾ നമ്മുടെ മക്കളുടെ പരിപാലകരല്ലേ? ആണോ? അല്ലേ? ആണ്. പക്ഷേ ആ പരിപാലനത്തിന്റെ ഉടമ നമ്മളാന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഞാൻ എൻ്റെ കുട്ടിയെ പരിപാലിക്കുന്നുണ്ട്, ആ പരിപാലനത്തിന്റെ ഉടമ ഞാനാണോ? ആണോ? പിന്നെ ആരാണ്? ഏതുമ്മയും ഏതുപ്പയും ഒരു കുട്ടിയെ പരിപാലിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യം ഉണ്ടാവും. എന്താ ലക്ഷ്യം? വയ്യാണ്ട് കിടക്കുമ്പോ എന്നെ ഒന്നിച്ചിരി വെള്ളം തന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ ഈ പാടുപെട്ട് നോക്കണത്, അല്ലേ? പലപ്പോഴും കേൾക്കുന്ന ഡയലോഗാണത്. സംഗതി അതല്ലേ? അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരു ലക്ഷ്യവും മുൻപിൽ വെക്കാതെ, ഇവൻ ഇങ്ങനെ ചെയ്യണം എന്നുള്ളതൊന്നുമില്ല അള്ളാഹുവിന്, എനിക്ക് തിരിച്ചു കിട്ടണം എന്നൊരു ചിന്തയിലൊന്നുമല്ല റബ്ബുൽ ആലമീൻ നമ്മളെ പരിപാലിക്കുന്നത്. അവൻ റബ്ബുൽ ആലമീനാണ്. ആ തർബിയത്ത് തിരിച്ചറിയുമ്പോഴാണ് അള്ളാഹുവിനോട് നമ്മുടെ കൽബിൽ മഹബത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. അള്ളാഹു അത് ഉൾക്കൊള്ളാൻ തൗഫീഖ് ചെയ്യട്ടെ. ഈ ലോകത്ത് ഒരു ജീവിയും ഒരു സൃഷ്ടിയും അള്ളാഹിന്റെ പരിപാലനം ഇല്ലാതെ ഒരു സെക്കൻഡ്, ഒരു നാനോ സെക്കൻഡ് പോലും നിൽക്കാൻ പറ്റൂല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ബൾബ് കത്തണമെങ്കിൽ എന്ത് വേണം? കറണ്ട് വേണം. കറണ്ട് പോയാൽ ബൾബ് കിട്ടുമോ? ഇതുപോലെ മനുഷ്യൻ ചലിക്കണമെങ്കിൽ, അവൻ ജീവിക്കണമെങ്കിൽ, അവൻ ശ്വസിക്കണമെങ്കിൽ, അവന്റെ ഹൃദയം ഇടിക്കണമെങ്കിൽ നിരന്തരം 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 അണമുറിയാതെ റബ്ബുൽ ആലമീന്റെ തർബിയത്ത് അവന് കിട്ടിക്കൊണ്ടേയിരിക്കണം. മനസ്സിലായോ? ഉറങ്ങുമ്പോഴും വേണം റബ്ബുൽ ആലമീന്റെ തർബിയത്ത്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ എന്തെങ്കിലും സ്വിച്ച് ഓൺ ആക്കിയിട്ടിട്ടാണ് കിടന്നുറങ്ങണേ? ഹൃദയം എങ്ങനെ അടിച്ചോളാൻ പറഞ്ഞിട്ട് ആണോ? ഹൃദയം ഇടിക്കുന്നുണ്ട്. ആരാണത് കൺട്രോൾ ചെയ്യുന്നത്? നിരന്തരം നിരന്തരം നമ്മെ പരിപാലിക്കുന്ന റബ്ബുൽ ആലമീൻ. അതുകൊണ്ട് പറയണം, മനസ്സറിഞ്ഞ് ഒന്ന് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അങ്ങനെ എന്തിലും തർബിയത്ത് വേണം. ഞാനിന്ന് വൈകുന്നേരം നമ്മുടെ സാത്തുവായി ചായയൊക്കെ കൊണ്ടുവന്നു. അവിടെ യൂസുഫായി ഒഴിച്ചു തന്നു. ചായ കുടിക്കാൻ ഞാനിങ്ങനെ എടുത്തു. ആ ചായയിൽ ഞാൻ അള്ളാനെ കണ്ടു. എന്തൊരു അന്തയും മൂല്യാര് പറയണേ, അങ്ങനെ ചിന്തിക്കരുത്. ചായയിൽ ആരെ കണ്ടു? മനസ്സിലല്ല. ചായയിൽ ആരെ കണ്ടു? അങ്ങനെ ഉസ്താദ്, ചായയിൽ അള്ളാനെ കാണാം. ഓരോ സാധനത്തിലും അള്ളാന്റെ തർബിയത്തുണ്ട്. ചായയിലും ഉണ്ട് പടച്ചോന്റെ തർബിയത്ത്. പഠിച്ചാലും നമുക്ക് എങ്ങനെയാണ് പഠിക്കാം. ചായ ഉണ്ടാകാൻ എന്തൊക്കെ വേണം എന്ന് പറഞ്ഞേ? വെള്ളം വേണം, പിന്നെ തേയില വേണം, പഞ്ചസാര, പാല്, ഗ്യാസോ? ഗ്യാസിലൂടെ എന്താ വേണ്ടത്? തീ വേണം, പിന്നെ ഈ സാധനങ്ങളൊക്കെ വേണം. ഇതൊക്കെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഖുർആൻ കൊണ്ടൊരു ചായ ഉണ്ടാക്കാം. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും. തീ വേണ്ടേ? അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ. കത്തിയെരിയുന്ന തീയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ തീയെ നിങ്ങൾ ഉണ്ടാക്കിയതാണോ? ആണോ? സ്വയം ഉണ്ടായതാണോ? പിന്നെ ആരുണ്ടാക്കിയതാ? ഇപ്പൊ ചായ ഉണ്ടാക്കാനുള്ള തീ ആരാ തന്നത്? അല്ലാഹ്. വെള്ളത്തെ കുറിച്ച് ചിന്തിച്ചാലോ? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ. ഭൂമിയെ അള്ളാഹു ഒരു വിരിപ്പ് പോലെയാക്കി തന്നു. നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അതായത് ഒരു മണിക്കൂറിൽ 1000 മൈൽ പെർ അവർ സ്പീഡിലാണ് ഭൂമി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1000 മൈൽ പെർ അവർ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുലുങ്ങുന്നുണ്ടാ? ആരാ നമ്മളെ പിടിച്ചു നിർത്തണത്? ആകാശത്തെ മേൽക്കൂരയാക്കി. ആകാശത്തെ എന്താക്കി? എന്നിട്ട് ആകാശത്തുനിന്ന് പടച്ചോ നിങ്ങൾക്ക് വെള്ളം ഇറക്കി തന്നു. നിങ്ങളാണോ വെള്ളം ഉണ്ടാക്കിയത്? ഇവിടെ സ്വയം വെള്ളം ഉണ്ടായതാണോ? അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങൾ പറയും, അവരിങ്ങനെ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ വെള്ളം അവരോട് സംസാരിക്കുന്നത് പോലെ. ശൈഖന്മാരൊക്കെ ഇങ്ങനെ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ വെള്ളം അവരോട് സംസാരിക്കുന്നത് പോലെ. അമാ ചറാനി, നീ എന്നെ കാണുന്നില്ലേ? വച്ചറാ സൂറത്തി, എന്റെ രൂപം നീ കാണുന്നില്ലേ?
എന്റെ രൂപം നീ കാണുന്നില്ലേ? ഞാൻ സ്വന്തം ഉണ്ടായതാണോ, നീ ഉണ്ടാക്കിയതാണോ എന്നെ എന്ന് വെള്ളം ചോദിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങൾ അങ്ങനെ പറയായിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. വെള്ളം ഉണ്ടാക്കിയതാരാണ്? ആരാണെന്ന് ഉറക്കെ പറഞ്ഞേ? അള്ളാഹു ആണ്. ഇനി എന്ത് വേണം? ചായപ്പൊടി വേണ്ടേ? ചായപ്പൊടി വേണ്ടേ? മാ കാന ലക്കും അൻ തുംബിതൂ ശജറഹാ അഇലാഹും മഅല്ലാഹ് ബൽ ഹും ഖൗമുൻ യഅദിലൂൻ. സൂറത്തുൻ നംലിന്റെ 60-ാമത്തെ ആയത്ത്. ഇവിടെ ഒന്നും സ്വയം മുളക്കണില്ല, എല്ലാത്തിനെയും മുളപ്പിക്കുന്നതാരാ? നമ്മളാണ്. അതാ ഒരു തേയിലയുടെ ചെടിയാണെങ്കിലും പഞ്ചസാര ഉണ്ടാകുന്ന കരിമ്പാണെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കുന്നതാരാണ്? നിങ്ങൾ കുഴിച്ചിട്ടത് കൊണ്ട് അങ്ങ് മുളയ്ക്കുകയാണോ? നിങ്ങൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇവിടെ മുളക്കൂലേ? ഈ കാണുന്ന കാടുകളൊക്കെ ഉണ്ടായത് നിങ്ങൾ പോയി വെള്ളം ഒഴിച്ച് ഉഴുതുമറിച്ചിട്ടാണോ? അള്ളാഹ് മുളപ്പിച്ചതാണ്. അപ്പൊ നമുക്ക് പഞ്ചസാര കിട്ടി, തേയില കിട്ടി, പിന്നെ വെള്ളം കിട്ടി, ഗ്യാസും കിട്ടി. പിന്നെ എന്താ വേണ്ടത്? ഇനി തേയില ഈ ഇല ഇങ്ങനെ പറിച്ചുകൊണ്ട് വന്നാൽ മതിയോ? അത് പൊടിക്കണ്ടേ? പൊടിക്കണമെങ്കിൽ ഫാക്ടറി വേണം. ഫാക്ടറിയിൽ എന്ത് വേണം? മെഷീൻ വേണം. മെഷീനൊക്കെ ഏതാണ്? ഇരുമ്പാണ്. അപ്പൊ ഇരുമ്പെല്ലാം ഇറക്കണ്ടേ? സൂറത്തുൽ ഹദീദ് എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ ഉണ്ട് ഖുർആനിലെ. അല്ലാഹ് പറയാണ് വഅൻസൽനൽ ഹദീദ് ഫീഹി ബഅസുൻ ശദീദ് വമനാഫിഉ ലിന്നാസ്. വഅൻസൽനൽ ഹദീദ്, നമ്മളാണ് ഇരുമ്പിനെ ഇറക്കിയത്. ഇറക്കിയെന്ന് പറഞ്ഞു. ഇറക്കുന്ന എവിടുന്ന? ആകാശത്ത് നിന്ന്. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് ശാസ്ത്രജ്ഞർ പറഞ്ഞു തരുന്നത് ഇരുമ്പ് ഭൂമിയുടെ ഭാഗമായിരുന്നില്ല. ഇരുമ്പ് ഒരു പഠനം ഇങ്ങനെയുണ്ട്. അയൺ ഈസ് ഒറിജിനലി മെയ്ഡ് ഫ്രം ഫ്യൂഷൻ ഓഫ് എലമെന്റ്സ് ഇൻ സ്റ്റാർസ്. കണ്ടോ? നക്ഷത്രങ്ങളിൽ നിന്നാണ്, അതിന്റെ എലമെന്റ്സിൽ നിന്നാണ് എന്ത് രൂപാന്തരപ്പെട്ടു വന്നത്? ഇരുമ്പ്. ഭൂമിയുടെ ഭാഗമായിരുന്നില്ല. അള്ളാഹ് 1500 കൊല്ലം മുമ്പ് നമുക്ക് പറഞ്ഞിരുന്നുണ്ട് വഅൻസൽനൽ ഹദീദ്, ആകാശലോകത്ത് നിന്ന് ഇരുമ്പിനെ ഇറക്കിയത് ആരാണ്? നാമാണ്. ആ പ്രയോഗം എത്ര മനോഹരമാണ്. കേവലം പരിഭാഷയിൽ നിന്ന് കിട്ടൂല. നാമാണ് ഇരുമ്പിനെ ഇറക്കിയത്. അപ്പൊ ഇരുമ്പ് അതിലൂടെ ഫാക്ടറിയിൽ പ്രോസസ്സ് നടക്കാണ്. തേയിലയായി, പഞ്ചസാരയായി, ഇതൊക്കെയായി അല്ലേ? ഇനി പാല് വേണം, മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ്. വഇന്ന ലക്കും ഫിൽ അൻആമി ലഇബ്റ മിൻ ബൈനി ഫർഖിൻ വദം. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയാണ്, ഈ മൃഗങ്ങളുടെ വയറ്റിലൂടെ ചാണകത്തിന്റെയും രക്തത്തിന്റെയും ഇടയിലൂടെ ശുദ്ധമായ പാല് നിങ്ങൾക്ക് നാം തന്നു. കൂടിക്കലരുന്നില്ല അല്ലെ? പാല് വരുന്ന സംഗതി ചിന്തിച്ചു നോക്കിയേ. ഒരു ഭാഗത്ത് ചാണകമുണ്ട്, രക്തമുണ്ട്, ഇതിലൊന്നും കൂടിക്കലരാതെ ഇതാരാണ് ഇങ്ങനെ നിങ്ങൾക്ക് തരുന്നത്? ആരെ തരും? ഇതിന്റെ പിന്നിലൊരു കർത്താവില്ലേ? ഇത് ചെയ്യുന്ന ഒരാളില്ലേ? ഇതാരാണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ. ഇങ്ങനെയൊക്കെ ആലോചിച്ച് ചെയ്യുമ്പോ ചായക്കപ്പ് കയ്യിലേക്ക് ഇങ്ങനെ എടുത്താൽ ഈ ചായയുടെ വില എത്രയാ? എത്രയാ ചായയുടെ വില? എത്ര രൂപ കൊടുക്കണം കടയില്? 10 രൂപ, 12 രൂപ ആയിക്കോട്ടെ. 12 രൂപ ചായയുടെ വില 12 ആണോ? 10 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അതാ ചായ ഉണ്ടാക്കിയ മനുഷ്യന്റെ അധ്വാനത്തിന്റെ വിലയാണ്. ചായയുടെ വിലയാണോ? ആണോ? നിങ്ങൾ പറയും ആണോ? പിന്നെ അധ്വാനത്തിന്റെ വില. അപ്പൊ ചായയുടെ വില എന്താ? ചായക്കൊറ്റ വിലയേ ഉള്ളൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോക പരിപാലകനായ അല്ലാഹ്, ആ അല്ലാഹുവിനാണ് സർവസ്തുതിയും. അത് തന്നെയാണ്, അത് മാത്രമാണ് ചായയുടെ വില. ഈ ചായ ഗ്ലാസ് ഇങ്ങനെ കയ്യിലേക്ക് എടുക്കുമ്പോ അതിലൂടെ ആരെ കാണാൻ പറ്റണം നമുക്ക്? അല്ലാഹ്. അത് കുടിച്ചങ്ങനെ തീരുമ്പോഴേക്ക് ഒരാത്മനിർവൃതി. ചായയിലൂടെ റബ്ബ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അങ്ങനെ കിട്ടണം റബ്ബിനെ. ചോറിനെന്താ വില? ചോറിന് 60 രൂപ ഉള്ളൂ. മീൻ പൊരിച്ചതിനോ 100 രൂപ, 160 രൂപ. അത് മീനിന്റെ വിലയല്ല, ചോറിന്റെ വിലയല്ല, അവരുടെ അധ്വാനത്തിന്റെ വിലയാണ്. മീനിന്റെ വില, ചോറിന്റെ വില അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അങ്ങനെ പറയണം ഹംദ്. ഇനി അങ്ങനെ പറയൂലേ? പാരയൊക്കെ ചായക്കട ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞേ. ഉമ്മർക്കാട് ചായക്കട. ഉമ്മർക്കാട് അധ്വാനത്തിന്റെ വിലയാണ് ഓരോ ചായക്ക് നമ്മൾ കൊടുക്കണത്.
ഉമ്മർക്കാടെ ചായയുടെ വിലയല്ല. മനസ്സിലായോ? ഇപ്പൊ എനിക്കൊരു ചായക്കടയുണ്ട്, ഇംദാദിയുടെ ചായക്കട എന്നും പേരിട്ട് ഞാനൊരു കട അങ്ങ് തുടങ്ങിയെന്ന് വെക്കാം. ചായ ഇംദാദിയുടെ അല്ല, അധ്വാനമാണ് ഇംദാദിയുടെ. ചായ നമ്മൾ വിചാരിക്കുന്നുണ്ട് ചായ ഉണ്ടാവോ? ഈ സാധനങ്ങളൊക്കെ ആരുണ്ടാക്കി തന്നതാണ് നമുക്ക്? അല്ലാഹു റബ്ബുൽ ആലമീൻ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു സമനുൽ ജന്ന വൽഹംദുലില്ലാഹ് സമനു കുല്ലി നിഅമ. സ്വർഗ്ഗത്തിന്റെ വില ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഓരോ അനുഗ്രഹത്തിന്റെയും വില അൽഹംദുലില്ലാഹയാണ്. വേറൊന്നും കൊടുത്തു തീർക്കാൻ പറ്റൂല. അള്ളാഹുവിന് വേറൊന്നും പകരം കൊടുത്താൽ പറ്റൂല. അൽഹംദുലില്ലാഹ് അല്ലാതെ വേറൊന്നും വിലയായി കൊടുക്കാൻ പറ്റില്ല. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. സംഗതി മനസ്സിലായോ? ഇങ്ങനെ അള്ളാനെ മനസ്സിലാക്കി നോക്കി. നമുക്കിങ്ങനെ ഒരു സന്തോഷത്തിന്റെ ഭ്രാന്തിൽ നടക്കാം. ഒരു പാട്ട് ഈ അടുത്ത് വൈറലായല്ലോ, എന്തായിരുന്നു അത്? എന്താണ്? ഒരു ദ്വീപുകാരനൊക്കെ പാടുന്നുണ്ടായിരുന്നു. എന്താണ്? ഭ്രാന്തായാൽ, എനിക്ക് ട്യൂൺ കിട്ടില്ല. ഭ്രാന്തായാൽ ഇങ്ങനെ എന്തു സുഖം ഇല്ലേ? പിന്നെ സക്കറാത്തുൽ മൗത്ത് എന്തു രസം, ഭ്രാന്തായാൽ എന്തു സുഖം, സക്കറാത്തുൽ മൗത്ത് എന്തു രസം. ട്യൂൺ ഞാൻ പഠിക്കാത്തോണ്ടാ. സംഗതി ശരിയാണ്. അല്ലാ എന്ന ഭ്രാന്ത് തലക്ക് പിടിച്ചാൽ വേറെ, നമ്മൾ ഈ ഭ്രാന്ത് നിൽക്കുമ്പോൾ ഭ്രാന്ത് പിടിച്ച എന്നാ പിന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കണവർക്കൊക്കെ ഭയങ്കര സുഖമായിരിക്കുമല്ലോ എന്നാണ് നമ്മുടെ ചിന്ത. അങ്ങടാ പോണത്. ഇത് ആ ഭ്രാന്തല്ല, അല്ലാ എന്ന ഭ്രാന്ത്. അല്ല തലക്ക് പിടിച്ചാൽ വേറൊരു മത്തും വേണ്ട, വേറൊരു ലഹരിയും വേണ്ട. അല്ലാ എന്ന ലഹരി. എല്ലായിടത്തും അള്ളാനെ കാണുക. അള്ളാഹ് അവിടെ ഇരിക്കുന്നുണ്ട് എന്നല്ലോട്ടെ എനിക്ക് പറയണത്. എല്ലായിടത്തും അള്ളാഹുവിന്റെ സ്പർശം, റബ്ബുൽ ആലമീന്റെ പരിപാലനം തിരിച്ചറിയാം. ആ തിരിച്ചറിയുന്നതോടുകൂടെ പിന്നെ മരണത്തിന്റെ സമയത്തും അവനിങ്ങനെ ചിരിച്ചു കിടക്കും. അസ്രായീൽ, വെൽക്കം വെൽക്കം അസ്രായീൽ. അള്ളാന്റെ അമ്പിയാക്കൾ ഔലിയാക്കളൊക്കെ അങ്ങനെയല്ലേ പോയത്? അവരുടെ പിന്നാലെ നടക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതിനാണ് സൂറത്തുൽ ഫാത്തിഹ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹ് പറയുന്നുണ്ട്, വലഖദ് ആതൈനാക്. ഈ ഫാത്തിഹ, ഈ ഖുർആൻ നാം അങ്ങേക്ക് തന്നു. എന്തിനാ അങ്ങനെ പറഞ്ഞത്? അങ്ങേക്ക് തന്നു. അങ്ങേക്ക് ഈ സാധനമൊക്കെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സുണ്ട്. ഉൾക്കൊള്ളാൻ പറ്റുന്നവർക്കേ ഇത് കൽബിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ, ഇത് കേൾക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർ ഓടിക്കളയും. ഇരിക്കാൻ പറ്റൂല നമുക്ക്. ഇനി ഇരുന്നാൽ തന്നെ നമ്മുടെ മനസ്സിവിടെ ഇരിക്കൂല, വേറെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. ഉൾക്കൊള്ളാൻ പറ്റുന്നത് അങ്ങേക്കാണ് നബിയേ. ആ ബോധ്യത്തിൽ ഉൾക്കൊള്ളണമെന്ന തൗഫീക്കിൽ പഠിക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബ് റസൂലുള്ളാഹ് ഇവിടുത്തെ ഹദീസുകൾ വിശദീകരിച്ചു എന്ന് പറയുന്നുണ്ട്, അൽ കാഫിറു ഹായിറുൻ ഫീ ഖൽഖില്ലാഹ് വൽ മുഅ്മിനു ഹായിറുൻ ഫില്ലാഹ്. എന്താ പറഞ്ഞത്? കാഫിർ. ഏത് കാഫിർ? അൽഹംദുലില്ലയുടെ പൊരുൾ തിരിച്ചറിയാത്ത സത്യനിഷേധി. പേരുണ്ട് മുസ്ലിമാ. അൽഹംദുലില്ല കിട്ടാത്ത ഒരു കാഫിർ ഉണ്ടല്ലോ, സത്യനിഷേധിയായ ഒരു മനുഷ്യൻ. അവൻ അള്ളാന്റെ സൃഷ്ടികളെ കണ്ടിങ്ങനെ അത്ഭുതപ്പെടും. അവിടെ അങ്ങ് കൽബ് സ്റ്റക്കായി നിൽക്കും. എന്നാ മുഅ്മിനോ സൃഷ്ടികളിൽ അത്ഭുതപ്പെടാതെ സ്രഷ്ടാവിലേക്ക് അവന്റെ അത്ഭുതം നീങ്ങും. നമ്മളിങ്ങനെ ഒരു യാത്ര പോവാണ്. ഇതൊരു ബ്യൂട്ടിയാണ് അല്ലേ, ഇതൊരു സ്റ്റാഴ്സ്, മറ്റതാണ് മറിച്ചതാണ് അല്ലേ. ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യാണ്. എന്തടിപൊളി മലമടക്കുകൾ, ലഡാക്കിന്റെ സൗന്ദര്യം എത്ര മനോഹരം. നമ്മുടെ സൗന്ദര്യ സങ്കല്പമൊക്കെ അവിടെ തീരാണ്. എന്നാൽ മുഅ്മിൻ പോയാൽ ലഡാക്കിന്റെ സൗന്ദര്യം കണ്ടിട്ട് നേരെ ചിന്തിക്കണത് ഇതെല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബ് അൽഹംദുലില്ലാഹ്. അവന്റെ കൽബ് സൃഷ്ടിയിൽ ഒതുങ്ങാതെ സ്രഷ്ടാവിലേക്ക് നീങ്ങും. മനസ്സിലായോ? സൃഷ്ടികളിൽ ഒതുങ്ങി നിൽക്കരുത്. ആരിലേക്ക് പോണം? നമ്മുടെ കൽബ് സൃഷ്ടാവിലേക്ക് പോണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ ബോധ്യത്തിൽ ടൂർ പോയാലും പടച്ചോന്റെ അടുത്തുനിന്ന് കൂലിയാണ്. എവിടെ പോയ ഞാൻ തേച്ചിന് അള്ളാനെ കാണാനായിട്ട് മൂന്നാർ വരെ പോണം. മൂന്നാർ പോയി അള്ളാനെ കാണാം എന്ന് പറഞ്ഞാല് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുമ്പോ ഇതെല്ലാം പടച്ചതാരാണ്? അല്ലാഹ്. അവന്റെ സൃഷ്ടി വൈഭവത്തിലേക്ക്, അവനിലേക്ക്, അള്ളാഹുവിലേക്ക് തിരിയാൻ നമ്മുടെ കൽബിന് പറ്റണം. അവരാണ് വിജയികൾ. സയ്യിദുനാ റസൂലുള്ളാഹ്. അവന്റെ തർബിയത്ത് മനസ്സിലാക്കുമ്പോ
കുറച്ച് നാൾ മുമ്പ് ഒരു യത്തീംഖാനയിൽ പോയിരുന്നു. അപ്പോൾ ഒരു ചെറിയ കുട്ടി 11 വയസ്സ് പ്രായമുണ്ടവന്. അപ്പോൾ എൻ്റെ അടുത്ത് ഇരുത്തി കുറച്ച് ബൈത്തവനെ കൊണ്ട് ചൊല്ലിപ്പിച്ചു അവിടുത്തെ ഉസ്താദുമാര്. പുണ്യനബിയുടെ മദഹകളാണ്. അതിങ്ങനെ ചൊല്ലി നല്ല മധുരമൂർന്ന ശബ്ദത്തിൽ മാഷാ അല്ലാഹ് ആ കുഞ്ഞിങ്ങനെ യാ അക്രമ ബൈത്തൊക്കെ ചൊല്ലി. എല്ലാം കഴിഞ്ഞിട്ട് ഞാനവനിങ്ങനെ ചേർത്ത് പിടിച്ച് ആ തലയൊക്കെ ഒന്ന് തടവി. അപ്പൊ കിട്ടുന്നൊരു ആനന്ദമുണ്ടല്ലോ, അതൊരു വല്ലാതെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആനന്ദമാണ്. കുഞ്ഞിനോട് ഒരുപാട് ഞാൻ സംസാരിച്ചിരുന്നു. പറഞ്ഞു, ഉസ്താദിന്റെ വീഡിയോ ഒക്കെ ഞങ്ങളെ ഉസ്താദ് കാണിച്ചു തന്നിട്ടുണ്ട്, പ്രൊമോഷണലിലാട്ടോ ഉള്ളതാണ്. അപ്പൊ ഹസീനാർക്കത് പറയുമ്പോൾ ശരിയാ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം, പിന്നെ ഉസ്താദിന്റെ മോളുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കുറച്ച് കാണിച്ചും കൊടുത്തു. സംസാരിക്കുമെന്ന് ചോദിച്ചു, ഫുഡൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ. ഫുഡ് അടിപൊളിയാണ് ഉസ്താദ്, ഞങ്ങൾക്ക് 2 ദിവസം കൂടുമ്പോഴൊക്കെ ബിരിയാണിയാണ്, മട്ടൻ ബിരിയാണിയൊക്കെ ഉണ്ടാവും. അപ്പോ കുഞ്ഞെന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഉസ്താദെ മട്ടൻ ബിരിയാണി ഒന്നും കഴിച്ചിട്ടില്ല, എൻ്റെ വീട്ടില് അങ്ങനെ ബിരിയാണി ഒന്നും കഴിച്ചിട്ടില്ല. ഇവിടെ വന്നപ്പോ നല്ല ബിരിയാണി ഉണ്ട്, കിടക്കാനായിട്ട് നല്ല ബെഡുണ്ട്, എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഉസ്താദുമാർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറച്ചേരം കഴിഞ്ഞിട്ട് ആ കുഞ്ഞിന്റെ ഉസ്താദിന്റെ അടുക്കൽ ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇവന്റെ കാര്യം എങ്ങനെ? ഇവന് 7 വയസ്സുള്ളപ്പോൾ വാപ്പ മരിച്ചതാ. 7 വയസ്സുള്ളപ്പോൾ വാപ്പ മരിച്ചതാണ്. നല്ല ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല, ആകെ പ്രയാസത്തിലായിരുന്നു. ഒരു പാവപ്പെട്ട കുടുംബത്തിലെ കുഞ്ഞാണ്. ശരിക്കും ഒരു ചെറ്റപ്പുര പോലത്തെ വീടാണ് അവനുണ്ടായിരുന്നത്. അവൻ്റേത് രണ്ടാനമ്മയായിരുന്നു. ആദ്യത്തെ ഭാര്യ മരണപ്പെട്ടിട്ട് 2ാമത് വിവാഹം കഴിച്ച ആളാണ് പിന്നീട് വീട്ടിലുണ്ടായിരുന്നത്. അവർ വാപ്പ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഇവൻ്റെ മനസ്സൊക്കെ വല്ലാതെ വേദനിപ്പിക്കും. അങ്ങനെ കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഇവിടെ കൊണ്ടുവന്നാക്കിയതാണ്. ഞങ്ങൾ പൊന്നുപോലെയാ നോക്കണേ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കണം, റബ്ബുൽ ആലമീന്റെ തർബിയത്ത്. അവനെ നോക്കാൻ പറ്റാത്തൊരു വാപ്പ മരണപ്പെട്ടു പോയി. നമ്മൾ സാധാരണ ഒരു കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ആ കുട്ടിക്ക് വാപ്പയില്ല, അവന് ഒന്നും കഴിക്കാനില്ല കുടിക്കാനില്ല എന്നാണ്. എന്നാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ആ പൊന്നുമോനെ സ്നേഹിക്കാൻ ഒരു ബാപ്പക്ക് പകരം 100 ബാപ്പമാരെ കൊടുത്തു. ശരിക്കും ഭക്ഷണം കഴിക്കാതിരുന്ന രാപ്പകലുകളിൽ നിന്ന് മാറി നല്ല മട്ടൻ ബിരിയാണി അടക്കം വിഭവ സമൃദ്ധമായ ഭക്ഷണം ആ കുഞ്ഞിന്റെ മുമ്പിൽ ഇന്നുണ്ട്. ഇന്നവൻ അനാഥത്വം അനുഭവിക്കുന്നില്ല, ഇന്നവൻ സനാഥനാണ്, ഇന്നവൻ റബ്ബുൽ ആലമീനെ തിരിച്ചറിയാൻ പോകുന്ന ഒരു കുട്ടിയാണ്. ആലോചിക്ക്, നമ്മുടെ കണ്ണുകൊണ്ടല്ല കാണേണ്ടത്. ഇപ്പോ എൻ്റെ ഉസ്താദ് പറഞ്ഞ ഒരു അനുഭവം, നമ്മുടെ ചെറുപ്പുളശ്ശേരി ഭാഗത്ത് ഉസ്താദിന്റെ നാടിന്റെ അടുത്തൊരു സംഭവം ഉണ്ടായി. അബ്ദൂക്ക എന്ന് പറഞ്ഞിട്ടൊരു ഇക്ക ഉണ്ടായിരുന്നു. അബ്ദൂക്ക വളരെ പാവപ്പെട്ടൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം കച്ചവടമൊക്കെ നടത്തി, കച്ചവടമൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞു. 5 പെൺമക്കൾ ഉണ്ടായിരുന്നു അബ്ദുക്കാക്ക്. എത്ര പെൺമക്കളാ? 5 പെൺമക്കളുണ്ടായിരുന്നു. 5 പെൺമക്കളും വിവാഹപ്രായത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ 5 എണ്ണം ഒരുമിച്ച് വിവാഹപ്രായച്ച, അതായത് മൂത്ത ആളുടെ കല്യാണം നടന്നില്ല, 2ാമത്തെ നടന്നില്ല, അങ്ങനെ വൈകി 5 ആളുകളും വിവാഹപ്രായത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആരും കെട്ടിക്കൊണ്ടു പോകുന്നില്ല. കാരണം നമ്മുടെ സൗന്ദര്യ സങ്കല്പം എന്ന് പറഞ്ഞാല് വെളുത്ത് തുടുത്തിരിക്കണം, അതൊക്കെയല്ലേ നമ്മുടെ സൗന്ദര്യ സങ്കല്പം. കൽബിന്റെ വെളുപ്പാരാണ് നോക്കണത് അല്ലേ? അങ്ങനെ അബ്ദുക്കാടെ കുട്ടികൾ ആരും കെട്ടിക്കൊണ്ടു പോകുന്നില്ല. പക്ഷെ അബ്ദുഖാൻ എപ്പോ കണ്ടാലും അങ്ങനെ ഒരു സങ്കടമൊന്നും ആ മനുഷ്യനില്ല കേട്ടോ, ഒരു പരിഭവം ഇല്ലാത്ത മനുഷ്യൻ. അപ്പൊ ഉസ്താദ് പറയണേ, ഈ അബ്ദുക്ക് എപ്പോഴും ഞങ്ങളോടിരുന്ന് പറയുമായിരുന്നു, പടച്ചവനെ 5 പെൺമക്കളെ എനിക്ക് തന്ന അല്ലാ നിനക്ക് അൽഹംദുലില്ലാ, എന്റെ പെൺമക്കൾക്ക് ധരിക്കാൻ വസ്ത്രം നൽകിയ അല്ലാ അൽഹംദുലില്ലാ, എന്റെ പെൺമക്കൾക്ക് കഴിക്കാൻ ഭക്ഷണം തന്ന അല്ലാ അൽഹംദുലില്ലാ, എന്റെ പൊന്മക്കളുടെ തൊലിക്ക് ഈ നിറം കൊടുത്ത അല്ലാ അൽഹംദുലില്ലാ, എനിക്ക് ഇങ്ങനെയെല്ലാം ചെയ്തു തന്ന അല്ലാ അൽഹംദുലില്ലാ, എല്ലാത്തിനും അൽഹംദുലില്ലാ. അങ്ങനെ ഇരിക്കെ അബ്ദുഖാന്റെ ലങ്സിന് ക്യാൻസർ പിടിവിടുകയാണ്, ലങ് ക്യാൻസർ വരികയാണ്. ഏതാണ്ട് അവസാന സ്റ്റേജൊക്കെ എത്തിയപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനെ നമ്മുടെ നോട്ടത്തിൽ വല്ലാത്ത പ്രയാസത്തിലായി. അങ്ങനെ ഉസ്താദ് പറയുന്നുണ്ട്, ഒരിക്കൽ അദ്ദേഹം കാണാൻ ചെന്നു അബ്ദുഖാനെ. അപ്പോൾ അദ്ദേഹം അവസാനത്തോട് അടുക്കണ നിമിഷമാണ്. 5 പെൺമക്കളുണ്ട്, കല്യാണം കഴിഞ്ഞിട്ടില്ല. അബ്ദുഖാക മരണവെപ്രാളത്തിൽ ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ ഉസ്താദ് അടുത്തുനിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഈ മനുഷ്യന്റെ മുഖത്ത് കരച്ചിലില്ല, ടെൻഷനില്ല, മക്കളെ കെട്ടിക്കാത്തതിന്റെ വിഷമങ്ങളില്ല, മുഖത്ത് സന്തോഷം മാത്രം, മുഖത്ത് സന്തോഷം മാത്രം. അൽഹംദുലില്ലാ. എന്താണ് അബ്ദുഖ വിശേഷം? അൽഹംദുലില്ലാ ഉസ്താദേ, നിങ്ങളും ദ്വാരക്ക് ഈമാനൊന്ന് സലാമത്തായി കിട്ടാൻ. ഇതെന്തൊരു ജീവിതാണത്. 1-2 ആഴ്ച കഴിഞ്ഞപ്പോ അബ്ദുഖ അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് യാത്രയായി. അള്ളാഹു ബർസഹി ജീവിതം സന്തോഷത്തിലാക്കട്ടെ. അബ്ദുഖ മരണപ്പെട്ടിട്ട് നമ്മുടെ നോട്ടത്തിൽ എങ്ങനെയാ, 5 പെൺമക്കള് നിൽക്കെ മനുഷ്യനെ അങ്ങോട്ട് കൊണ്ടുപോയി അല്ലേ?
5-6 മാസം കഴിഞ്ഞപ്പോൾ 2 പെൺകുട്ടികളുടെ കല്യാണം ഒരുമിച്ചങ്ങ് നടന്നു. കുറച്ച് മാസങ്ങൾ കൂടെ കഴിഞ്ഞപ്പോൾ ബാക്കി 2 പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞു. 1 മാസം കൂടെ കഴിഞ്ഞപ്പോൾ അവസാനത്തെ പെൺകുട്ടിയുടെയും കല്യാണം കഴിഞ്ഞു. ഇന്നും സുഖമായി നല്ല ചെറുപ്പക്കാരോടൊപ്പം, ദീനീബോധമുള്ള ചെറുപ്പക്കാരോടൊപ്പം സന്തോഷത്തോടെ അവർ ജീവിക്കുന്നുണ്ട്. അവസാനത്തെ കുട്ടിക്ക് ഈ ശ്വാസം വിടുമ്പോൾ ഇത്തിരി ആസ്മയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ കുട്ടി ഒരു പ്രശ്നമില്ലാതെ ഇന്നൊരു പെൺകുഞ്ഞിന്റെ ഉമ്മയായും ജീവിക്കുന്നു. നമ്മുടെ നോട്ടത്തില് അബ്ദുക്ക പോയതോടുകൂടെ മക്കള് ആകെ ഇടങ്ങേറായി, മറ്റതായി മറിച്ചതായി. അബ്ദുക്ക ഉണ്ടായിരുന്നെങ്കിൽ വാപ്പുള്ള കുട്ടികളാണ്, ആരും വരൂല, സഹായിക്കാൻ വരൂല. അബ്ദുക്ക പോയതോടുകൂടെ ആ അബ്ദുക്കയുടെ സ്ഥാനത്ത് 1000 അബ്ദുക്കമാരെ അള്ളാഹ് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കാൻ. ആ മക്കളെ ഭംഗിയിൽ കല്യാണം കഴിച്ചു വിടുകയാണ്. അവരിന്ന് സന്തോഷത്തോടുകൂടെ ജീവിക്കുകയാണ്. അപ്പൊ നമ്മുടെ കേവല ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നത് പോലെയല്ല. റബ്ബ് എന്താണ് ഗുണമെന്ന് അള്ളാഹുവിനറിയാം. അവൻ എന്ത് തന്നാലും അതെനിക്ക് ഗുണമാണ്. റബ്ബുൽ ആലമീന്റെ തർബിയത്ത് തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ബോറടിക്കണ്ടോ? ക്ഷീണിച്ചോ? 5 മിനിറ്റ് കൂടെ പറഞ്ഞ് നിർത്തട്ടെ. അള്ളാന്റെ തർബിയത്ത് എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ പറ്റും. ഇത് തിരിച്ചറിയുന്നവർക്കാണ് വിജയം. ഇതിലൂടെ അള്ളാനെ കാണുന്നവർക്കാണ് വിജയം. അള്ളാഹ് ഖുർആനിൽ പറയുന്നുണ്ട്, അലം നജ്അലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ വഖലഖനാകും അസ്വാജാ. ഭൂമിയെ ഒരു തൊട്ടിൽ പോലെയാക്കി, പർവ്വതങ്ങളെ ആണി പോലെ പിടിച്ചു നിർത്തി, നിങ്ങളെ ഇണകളാക്കി. എന്നിട്ടൊക്കെ പറയാൻ വജഅൽനാ നൗമക്കും സുബാത്താ. ഉറക്കത്തെ നിങ്ങൾക്കൊരു റിഫ്രഷ്മെന്റ് ആയി അള്ളാഹ് അങ്ങ് തന്നു ഇല്ലേ? നമ്മളിപ്പോ നല്ലോണം ടയർഡായിരിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് ഉറങ്ങിയാൽ മതി, പെട്ടെന്ന് ഒരു വല്ലാതെ ഒന്ന് പെട്ടെന്ന് നമ്മൾ റിഫ്രഷ് ആയി കിട്ടൂലേ? ഉറക്കം അങ്ങനെ തന്നു. വജഅൽനൽ ലൈല ലിബാസാ. രാത്രിയെ അള്ളാഹു നിങ്ങൾക്കൊരു മൂടുപടം പോലെ, ഒരു പുതപ്പ് പോലെ പുതച്ചു മൂടാൻ, കിടന്നുറങ്ങാനുള്ള സമയമാക്കി തന്നു. വജഅൽനൻ നഹാറ മആശാ. പകലിനെ അള്ളാഹു നിങ്ങൾക്ക് അധ്വാനിക്കാനുള്ള സമയമാക്കി തന്നു. അപ്പൊ പകൽ എന്തിനുള്ളതാ? പകല്? പക്ഷെ ഈ പകലിന്റെ തുടക്കത്തിലൊക്കെ കിടന്നുറങ്ങുന്നവരാ പല ആളുകളും അല്ലെ? സുബ്ഹി കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാ, സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ഉറങ്ങിയാൽ ദാരിദ്ര്യമുണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. കാരണം ഒരു ദിവസത്തെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഇറങ്ങുന്ന നിമിഷങ്ങളാണ് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയത്തിന് മുമ്പുള്ള നിമിഷം. മലക്കുകൾ കയറിപ്പോകുകയും അടുത്ത ഡ്യൂട്ടിക്കാരായ മലക്കുകൾ ഇറങ്ങി വരികയും ചെയ്യുന്ന നിമിഷങ്ങളാണ് അതൊക്കെ. ആ സമയത്ത് നമ്മൾ പൂരൊറക്കം ഉറങ്ങിയാൽ, സുബ്ഹി കഴിഞ്ഞിട്ട് ഒറ്റ കിടത്താൻ സൂര്യൻ ഉദിക്കണതിന് മുമ്പ്, അവർക്ക് ദാരിദ്ര്യമുണ്ടാകുമെന്ന് റസൂലുള്ളാഹ്. ഇനി സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ട് കിടന്നാലോ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. കിടക്കാം, വിരോധമൊന്നുമില്ല. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ട് ഉടനെ ഉറങ്ങിയാൽ അത് ആരോഗ്യ പ്രശ്നത്തിന് കാരണമാകുമെന്നാണ്. അതുപോലെ തന്നെ 10 മണിക്ക് ശേഷം ഉറങ്ങിക്കഴിഞ്ഞാൽ അത് നല്ലതാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയം ളുഹറിന് മുമ്പുള്ള സമയത്ത് ഉറങ്ങുമായിരുന്നു. അതിന് ഖൈലൂലത്തിന്റെ ഉറക്കം എന്ന് പറയും. അതായത് രാത്രി ഇബാദത്ത് ചെയ്തവർക്ക് ക്ഷീണം മാറ്റാനുള്ള ഉറക്കാണ്. അന്ന് നല്ല ഊർജ്ജസ്വലത അവർക്ക് ലഭിക്കും. അത് സുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഉച്ച കഴിഞ്ഞിട്ട് ഉറങ്ങിയാൽ ഉച്ചക്കൊന്ന് കിടക്കണം, അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല എന്നാണ്. നല്ല മടിയന്മാരാവും. കഷ്ടപ്പെട്ട് എണീറ്റ് തന്നെയാണ് നമ്മൾ അസ്ർ നിസ്കരിക്കാൻ. എങ്ങാനും ഉറങ്ങിപ്പോയാൽ. ഞങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? നമ്മൾ നിസ്കരിക്കണത് എന്തിനാ? നിസ്കാരം നിർബന്ധമായതുകൊണ്ടല്ലേ നമ്മൾ നിസ്കരിക്കണത്, അല്ലേ? ആണോ? അല്ലേ? അതെ. പോയില്ലേ? നമ്മൾ ഈ പൊക്കുന്നത് എന്താണ്? ബെഡിന്ന് നിർബന്ധമാണ്. പിന്നെ കലാ വീട്ടിലൊരു ചടങ്ങാണ്. കാരണം നിർബന്ധമായിപ്പോയി. ഇനിയിപ്പോ നിസ്കരിക്കാണ്ട് പറ്റൂലല്ലോ. ഇതൊന്നുമല്ല. അപ്പോയിന്റ്മെന്റും തന്ന് റബ്ബുൽ ആലമീനോടെ കാത്തിരിക്കുകയാണ്. ഓടിച്ചെന്നവന്റെ മുമ്പിൽ നിൽക്കാനുള്ള ഒരു കൊതിയുണ്ടല്ലോ. ഓടി വന്നിട്ട് അല്ലാഹു അക്ബർ. ആ സമയത്ത് റബ്ബിലേക്കുള്ള എൻട്രി അങ്ങ് തുറന്നു കിട്ടാണ്. അതിനുവേണ്ടി കൊതിയോടുകൂടെ ഓടി വന്ന മനുഷ്യരെ. അത് പതിവായി ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങുന്നവർക്ക് മടിയുണ്ടാവുന്നതാണ്. അസറിന് ശേഷം ഉറങ്ങിയാൽ, പതിവായി ഉറങ്ങിയാൽ ഭ്രാന്തുണ്ടാവുന്നതാണ്. അത് കേവലം നമ്മൾ മെന്റൽ ഫുൾ അങ്ങനെ പോകുന്നു മാത്രമല്ല, ചിലപ്പോൾ സ്ട്രെസ്, ടെൻഷനൊക്കെ ആ ഉറക്കം കാരണമാകും. അതുപോലെ തന്നെ മഗ്‌രിബിന് ശേഷം ഉറങ്ങുന്നവർക്ക് അള്ളാഹുവിന്റെ തൃപ്തിയിൽ നിന്ന് അവർ പുറത്താകുന്നതാണ്. ഇശായിന് ശേഷം ഉറങ്ങിയാൽ ഏറ്റവും നല്ല സമയമാണ്. ഇശ കഴിഞ്ഞാൽ പിന്നെ ദുന്യവിയായ കാര്യങ്ങൾക്കൊന്നും ഇടപെടാതെ നല്ല കാര്യങ്ങളിൽ മാത്രം ബന്ധപ്പെട്ട് വേഗം ഉറങ്ങണം എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹ്.
നമ്മൾ ഇശ കഴിഞ്ഞിട്ട് ഇങ്ങനെ ദുനിയാവിന്റെ കഥയൊക്കെ പറഞ്ഞിരുന്ന് 10-12 1 മണിയാവണ വരെ അല്ലേ. ആഖിറത്തിന്റെ കഥയൊക്കെ ആണെങ്കിൽ രസമുണ്ട്. ഇരിക്കട്ടെ. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് സംവിധാനിച്ചു തന്ന റബ്ബുൽ ആലമീനെ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്ത് പറയണം? റബ്ബുൽ ആലമീൻ. അല്ലാഹ് ഇബാദത്ത് ചെയ്യാനല്ല ആദ്യം പറഞ്ഞത്. സൂറത്തുൽ ഫാത്തിഹ നോക്കിയേ. അഊദ് ബിസ്മി ഹംദ് അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഇത്രയും പറഞ്ഞിട്ടാണ് ഇയ്യാക നഅ്ബുദു നിന്നെ മാത്രം ആരാധിക്കുന്നു. ആരാധന പറഞ്ഞതിന് മുൻപ് അള്ളാഹ് മുഴുവൻ പറഞ്ഞത് അവന്റെ അഡ്രസ്സാണ്, അവനെ തിരിച്ചറിയാനുള്ള വഴിയാണ്. അവനെ തിരിച്ചറിയാതെ എത്ര നിസ്കാരം നിസ്കരിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവൂല. മനസ്സിലായില്ലേ? സംഗതി പിടികിട്ടിയോ? അതുകൊണ്ടാണ് ഫാത്തിഹയിൽ അവിടെ വന്നത്. ഒരു സാധുവായ സഹോദരൻ, അദ്ദേഹം ഒരു അറിവില്ലാത്ത പാവം മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന് അറിവില്ല എന്നുള്ളൊരു ബോധമൊന്നുമില്ല, എനിക്കെല്ലാം അറിയാമെന്നുള്ളൊരു ബോധമുള്ളൊരു പാവം മനുഷ്യൻ ഒരിക്കലും എൻ്റെ റൂമിലേക്ക് വന്നു. അദ്ദേഹം ഉസ്താദേ ഈ ആയത്തിന്റെ അർത്ഥം പറയുമെന്ന് ചോദിച്ചു. ഏതാണ് ആയത്ത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അപ്പൊ ഞാൻ ചോദിച്ചു, ഫാത്തിഹ തുടങ്ങുന്നത് അവിടെ നിന്നല്ലല്ലോ. ഫാത്തിഹ തുടങ്ങുന്നത് ഇയ്യാക നഅ്ബുദു എന്നാ. ആദ്യം മുതൽ ഇങ്ങ് ഓതിയിട്ട് നമുക്ക് അർത്ഥം വെച്ചു. എനിക്കതൊന്നും അറിയണ്ട, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ പറഞ്ഞു കൊടുത്തപ്പോ എല്ലാം കഴിഞ്ഞോണ്ട് പുള്ളി പറയാണ്, അതെ ഞാൻ ഇതിനൊന്നും വന്നല്ല, ഞാൻ ഇച്ചിരി സൗണ്ട് കൂടിപ്പോയി, അത് പറയാൻ വേണ്ടി വന്നാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് അള്ളാനെ കിട്ടിയിട്ടില്ല മനുഷ്യരെ. നിങ്ങൾ മനസ്സിലാക്കിയതൊന്നുമല്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ, അള്ളാഹ് നല്ല ബുദ്ധി കൊടുക്കട്ടെ, നമുക്ക് എല്ലാവർക്കും അള്ളാഹ് ഹിദായത്ത് തരട്ടെ. തെറ്റിദ്ധരിച്ചു പോയതാണ്. തെറ്റിദ്ധാരണകളിൽ നിന്ന് രക്ഷപ്പെടണം, അള്ളാനെ തിരിച്ചറിയണം. കുറെ നിങ്ങൾ കുത്തിമറിഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല. ആ സുജൂദിൽ കിടക്കുമ്പോൾ റബ്ബുൽ ആലമീൻ മുമ്പിലുണ്ട് എന്നുള്ള ബോധത്തിലേക്ക് നമ്മുടെ മനസ്സ് വരണം. അതിന് അൽഹംദുലില്ലാ റെഡിയാകണം. റെഡിയാക്കണ്ടേ? അടുത്ത ആഴ്ച മുതൽ അതിനുള്ള പണി നമുക്ക് എടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.